ചപ്പാത്തി ആരോട് ആരോട് ഒന്നുമില്ല. നഖ ഒടിഞ്ഞോ? എന്റെ വിഷമ എല്ലാം ഒടിഞ്ഞു പറഞ്ഞിരിക്കുക. കുറച്ച് കണക്ക് തീർക്കാനുള്ളത് തീർത്തോണ്ടിരിക്കുക. കണക്ക് തീർക്ക്. എല്ലാ കണക്കുകളും തീർത്തിട്ട് വേണം നമുക്ക് പൂജ്യമാക്കിയിട്ട് വേണം ഇവിടെ നിന്ന് പോകേണ്ടത്. മൈനസും വേണ്ട പ്ലസും വേണ്ട. അതിനെന്താ ഒരു വിമിട്ടും. ബി സ്ട്രോങ്. അത് അനുമോളോട് പോയി പറഞ്ഞിട്ടോ? ഞാനോ? എന്തെന്ന് കണക്ക് തീർക്കുന്ന കാര്യം? അതോ ബി സ്ട്രോങ് എന്നോ? മറുപടി പറയാൻ പറ. അവള് സ്ട്രോങ്, അവള് നല്ല സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചിട്ട് പക്ഷെ മറുപടി കിട്ടിയിട്ടില്ല. താങ്ങാൻ പറ്റാതെ തിരിഞ്ഞിരിക്കുക. അപ്പൊ പോട്ടെ. അപ്പൊ നമ്മളല്ലേ മറുപടി പറയുമ്പോഴല്ലേ മറുപടി പറയട്ടെ. പറയാൻ കഴിയുന്നില്ലെങ്കിൽ അയാളല്ലേ തോറ്റത്. ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയണം. എല്ലാ ചോദ്യങ്ങളെയും ഫേസ് ചെയ്യാനുള്ള തന്റെ ഇടം കാണിക്കണം, പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു ഷോയ്ക്ക് വരുമ്പോൾ. പറഞ്ഞില്ലെങ്കിൽ പുറകിനാണെന്ന് ചോദിച്ച് പറയിപ്പിക്കുക. കാരണം ഇവിടെയാണ് ക്ലാരിഫിക്കേഷൻ വേണ്ടത്. ഈ ആഴ്ചയിലാണ് ക്ലാരിഫിക്കേഷൻ വേണ്ടത് എല്ലാ കാര്യങ്ങൾക്കും. പ്രേക്ഷകർക്ക് താല്പര്യമില്ലെങ്കിൽ അത് പ്രേക്ഷകർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വീണ്ടും ചോദിക്കുക, വീണ്ടും ചോദിക്കുക. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല എന്ന് പറയും. അവളുടെ പുറകെ നടക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വല്ലാത്തൊരവസ്ഥ. അപ്പൊ പിന്നെ അങ്ങനെ ഒരു അവസ്ഥ മോശമായിട്ട് തോന്നിയാൽ അത് വിട്ടേക്കുക. നമുക്ക് നമ്മളെ മനസ്സ് അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് റിലീസ് ചെയ്ത് വിടുക. അത് വെച്ചുകൊണ്ട് നടക്കരുത്. നമുക്കൊരു പരിഹാരം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം തേടുക. പരിഹാരമില്ല എന്നാണെങ്കിൽ ആ പ്രശ്നമേ വിടുക. അതൊരു പ്രശ്നമല്ലാതായി കാണുക. എന്താ 200? അല്ല, അമ്മ കറക്റ്റ് 200? നമ്മുടെ എവിക് കലാസംഘം അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ ഉദ്ദേശമുണ്ട്. എവിക് കലാസംഘം, എവിക്റ്റ് ആയവരുടെ കലാസംഘം. ഇതൊന്നും മനസ്സിലാകത്തില്ല. എല്ലാം പോയോ? ശൈത്യാണോ? പ്രശസ്ത തോറ്റംപാട്ട് കലാകാരി കലാഭവൻ സരികയും അവതരിപ്പിക്കുന്ന വിളിക്കുന്നു. അപ്പൊ എന്തിനാ വിളിക്കുന്നത്? എന്നെ പറഞ്ഞുവിടാനാണോ? ഞാൻ പൊക്കോളാം. അക്ബർ വിളിക്കുന്നത് അത് എന്നെ ഒന്നും വിളിക്കത്തില്ല. അക്ബർ എന്നെ വിളിക്കത്തില്ല. എന്നെയൊക്കെ വിളിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് പാകതയും വരണം. ഇത് അനുമോള് കരുതിയിട്ടുണ്ട്. ആദ്യം ഞാൻ PR കുറച്ച് പറഞ്ഞല്ലോ. അപ്പൊ എല്ലാവരും കരുതിക്കൂട്ടി കോർണർ ചെയ്യാൻ വന്നിരിക്കുകയാണെന്ന് അനുമോള് പേടിച്ചിരിക്കുകയാണ്. പേടിച്ചിരിക്കുന്നതല്ല, അവള് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുക. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി. അപ്പൊ വോട്ട് കയറുമല്ലോ, വിന്നർ ആവത്തില്ലേ? അങ്ങനെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പുറകിൽ നിന്ന് ആക്രമിക്കും. കാരണം കാര്യങ്ങൾ അവരും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇതാണ് ഉത്തരമല്ലേ എന്ന് ചോദിക്കണം. നീ അതുകൊണ്ടല്ലേ സംസാരിക്കാത്തത് എന്ന് അങ്ങോട്ട് ചോദിക്കണം. അപ്പൊ ഉത്തരം നമ്മൾ തന്നെ കിട്ടും. അതല്ലെങ്കിൽ അവർ മറുപടി പറയട്ടെ അതല്ലാത്തോണ്ടാണ്. അയ്യോ, ഗഫൂറിന്റെ പെണ്ണ് നോക്കണ്ട് കേട്ടോ. ആണല്ലേ? 26-27 വയസ്സ്. നിങ്ങൾ അവിടെ വല്ല പെൺകുട്ടികളെന്നൊക്കെ പറയട്ടോ. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഒരു